ഹായ് ഡിസ്ക് പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബൈസൺ കാളമാട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്നാണ്. എന്തായാലും ഞാൻ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ സൊസൈറ്റിയിൽ അവ്യക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പിന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്നതിനും ചിലപ്പോഴൊക്കെ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. സോ അതുകൊണ്ട് എനിക്കിത് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനും ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ എസ്കേ പ്ലാറ്റൂണിൽ അംഗമല്ല എങ്കിൽ താഴെ ഒരു ബെല്ലൈക്കൺ കാണും, ഒന്ന് ക്ലിക്ക് ചെയ്യുക, അംഗമാവുക. അംഗമായില്ലേ ഗൈസ്? അപ്പം നമുക്ക് തുടങ്ങാം. ബൈസൺ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവർക്കും അറിയുന്നതാണ്, വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടർ മാരി സെൽവരാജ്. അദ്ദേഹത്തിന്റെ ഇതുവരെ ആയിട്ടുള്ള സിനിമകളെല്ലാം തന്നെ വമ്പൻ ഹിറ്റുകളാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരു സോഷ്യൽ ചേഞ്ച് മേക്കർ സിനിമകളായിരിക്കും എന്നുള്ളത് നമുക്ക് ഇവർക്കും അറിയുന്നതാണ്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് താരനിരകളുണ്ട്. പ്രത്യേകിച്ചും മെയിൻ റോളുകൾ ചെയ്തിരിക്കുന്നത് ധ്രുവ് വിക്രം, അനുപമ പരമേശ്വരൻ, രജിഷ, പശുപതി, അമീർ, ലാൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ സിനിമ സൂപ്പർഫിഷ്യലി സാധാരണമായിട്ട് തോന്നിയാൽ പോലും വലിയ വലിയ വിഷയങ്ങളെയാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ചും പുരുഷാധിപത്യം, സാമൂഹ്യ അസമത്വം, യുവജന സ്വാതന്ത്ര്യം എന്നിവയൊക്കെയാണ്. കഥ പറയുന്ന രീതിയും അതുപോലെ തന്നെ ഡയലോഗുകളും വളരെ ശക്തമാണ്. ചിലപ്പോഴൊക്കെ ഹാസ്യത്തോടെ, ചിലപ്പോഴൊക്കെ കരലടിപ്പിക്കുന്ന വിധത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ വ്യക്തതയോടെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയുടെ തീം ആൻഡ് മെസ്സേജ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു സിനിമയല്ല. പ്രത്യേകിച്ചും നമ്മുടെ സൊസൈറ്റിയെ നോക്കി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ, നമ്മളെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരാളാക്കി മാറ്റാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. അപ്പൊ അതിനെ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് പുരുഷാധിപത്യവും ലിംഗഭേദവും. നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ പാരമ്പര്യങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ശക്തമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു രീതി ഉള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ചെറിയ സീനിലൂടെ എങ്കിലും ശക്തമായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് യുവജന സ്വാതന്ത്ര്യമാണ്. യുവജന സ്വാതന്ത്ര്യം എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഈ സൊസൈറ്റിയൽ റൂൾസ് എന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് ആരോ എന്നോ ഉണ്ടാക്കിയ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതങ്ങനെ തലമുറകളോളം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ ഒരുപാട് ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. അത് നേടാൻ അവർ പരിശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനുകൾ ഫോളോ ചെയ്യുന്നത് മുഖേന തന്നെ അവർ അതെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ നേരിടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ഒരു ഡെയിലി ലൈഫ് റിയാലിറ്റി പോലെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അനുഭവപ്പെടും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ അസമത്വമാണ്. സാമൂഹ്യ അസമത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കാലങ്ങളായിട്ട് തുടരുന്നൊരു സിസ്റ്റമാണ് ജാതി, അതുപോലെ തന്നെ മതം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ അത് പറയാതെ തന്നെ ഈ സിനിമയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും പാരമ്പര്യങ്ങൾ, ക്ലാസ് ഡിഫറൻസ്, സൊസൈറ്റിയൽ പ്രഷർ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി അതുപോലെ തന്നെ ശക്തമായിട്ട് തന്നെ പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്നതിന് ഇത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടറിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. പ്രത്യേകിച്ചും ഇതിലെ ഓരോ ക്യാരക്ടറും വളരെ നാച്ചുറലായിട്ടും കഥാപാത്രത്തിന് റിലേറ്റബിൾ ആയിട്ടുമാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ധ്രുവ് വിക്രം, രജിഷ, അനുപമ പരമേശ്വരൻ, പശുപതി, ലാൽ ആൻഡ് അമീർ പിന്നെ തുടങ്ങിയ നിരവധി ആർട്ടിസ്റ്റുകളും വളരെ നാച്ചുറലായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓവർ ആക്ടിങ് ആയിട്ടൊന്നും എനിക്ക് എന്തായാലും അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും ധ്രുവ് വിക്രം ഈ സിനിമയിൽ വളരെ മനോഹരമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ തന്നെ അദ്ദേഹം ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ
ആക്ടിങ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സിനിമയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ബൈസൺ സിനിമ കാണുമ്പോൾ നമുക്ക് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, പ്രത്യേകിച്ചും നമ്മൾ ആലോചിക്കുന്നതിനും നമുക്ക് ഉത്തരവാദിത്വം നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അതിലൊന്നാമത്താണ് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം, ലിംഗസമത്വം നമ്മുടെ വീട്ടിൽ പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആണും പെണ്ണും എന്നൊരു വേർതിരിവ്, ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇത്രയുണ്ട്, പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, പ്രത്യേകിച്ച് വീട്ടിൽ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുക. പിന്നെ വീട്ടിലും നാട്ടിലൊക്കെ മീനിങ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തുക പല പ്രശ്നങ്ങൾക്കും. എന്നാൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കൂടുതൽ പിന്തുണ കൊടുക്കുക. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് നമ്മൾ കൂടെ നിൽക്കുക, അവർക്ക് കൂടുതൽ പിന്തുണ കൊടുക്കുക, ശരിയായ ദിശയിലേക്ക് അവരെ എന്താ പറയുക ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പകരം നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും കുത്തി നിറയ്ക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ സിനിമ ഒരു സൊസൈറ്റിയുടെ മിറർ എന്ന പോലെ നമ്മൾ റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ബൈസൺ സിനിമ കാണണമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സിനിമ തീർച്ചയായിട്ടും കാണണമെന്നേ പറയുള്ളൂ. കാരണം ഈ സിനിമയിലെ കഥയും അഭിനയവും മാത്രമല്ല, ഈ സിനിമയുടെ മൂല്യം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് വെറും ഒരു സിനിമയല്ല, ഒരു സോഷ്യൽ എവേക്കണിങ് മൂവിയാണ്. പിന്നെ ഈ സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഈ സിനിമയിലെ ഏത് ഭാഗമാണ് കൂടുതൽ ചിന്തിപ്പിച്ചത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.